നിങ്ങളിപ്പോൾ ഈ കാണുന്ന പഴയ കിച്ചൺ ഉണ്ടല്ലോ, അത് റെനോവേറ്റ് ചെയ്ത് ഷീറ്റൊക്കെ ഒട്ടിച്ചത് ഇതേപോലെ മാറ്റിയെടുക്കാൻ വേണ്ടി അത് എങ്ങനെ ചെയ്തു എന്നും അതിന് എത്ര രൂപ കോസ്റ്റ് വന്നു എന്നുള്ളതും പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അത് അറിയാനും കാണാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ കിച്ചണിൽ മുമ്പ് ഉണ്ടായിരുന്നത് പ്ലൈവുഡിൽ ചെയ്തിട്ടുള്ള ഡോറുകളായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം അയച്ചു മാറ്റിയിട്ട് മാറ്റുന്ന സമയത്ത് കുറേ ടൈലുകളൊക്കെ പൊട്ടിപ്പോലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കവർ ചെയ്തിട്ട് നമ്മൾ സാധാരണ ഷീറ്റിന് ഉപയോഗിക്കുന്ന PVC ലാമിനേറ്റഡ് ഷീറ്റ് തന്നെ റൂട്ടർ ചെയ്ത് ഒട്ടിച്ചിട്ടാണ് കേട്ടോ സൈഡെല്ലാം കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാണുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് റൂട്ടർ ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോയിൻ ഫ്രീ ആയിട്ട് തന്നെ കാരണം എല്ലാ ഭാഗത്തും നമുക്ക് അതിൻ്റെ ഒരു ആഫ്റ്റർ റിസൾട്ട് കിട്ടുക കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല വർക്ക് വരും, അതേപോലെ തന്നെ എക്സ്പെൻസ് നമുക്ക് ഷീറ്റുകളൊക്കെ എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പോലെ ചെയ്യാവുന്നേ ഉള്ളൂ. ആദ്യം നമ്മൾ ഷീറ്റ് ഒട്ടിച്ചെടുത്തു, അതിനുശേഷം നമ്മൾ ഉള്ളിലേക്കുള്ള ഷട്ടറുകൾ ഓരോന്നുണ്ടാക്കി, അതേപോലെ തന്നെ ഡ്രോവറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് ഫൈനൽ ഔട്ട്പുട്ട്. ആ പഴയ ടൈലിൻ്റെ ഭാഗങ്ങളെല്ലാം കവർ ചെയ്തെടുത്ത് താഴ്ഭാഗത്തൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ PVC ഷീറ്റ് ഒട്ടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ സാൻഡ്വിച്ച് കളറാണ് എടുത്തിട്ടുള്ളത്, അതേപോലെ തന്നെ അലൂമിനിയം അതേ സെയിം കളറിൽ വരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഷട്ടറും അലൂമിനിയം ഏകദേശം ഒരേ കളർ പാറ്റേൺ തന്നെ നമുക്കിവിടെ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാൻഡിലുകൾ ബ്ലാക്കിലും കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പൗഡർ കോട്ടിങ് വെച്ചിട്ട് അലൂമിനിയം ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിരുന്നു. അതിൻ്റെ കാര്യം നമ്മൾ തന്നെ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. നമ്മൾ കിച്ചൺ യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ്, നല്ല വൃത്തിയിലൊക്കെ യൂസ് ചെയ്യുന്ന കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ കുഴപ്പമില്ല. പക്ഷെ തീരെ വൃത്തിഹീനമായിട്ട് ഉപയോഗിക്കുന്ന കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ പൗഡർ കോട്ടിങ് നല്ല ഏത് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുറഞ്ഞ കാലം മാത്രമേ അത് ഈട് നിൽക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ ഏകദേശം നമുക്ക് 25 രൂപയോളം ചിലവ് വന്നിട്ടുള്ളത്. ഇനി ഇതിലും താഴെയിലും നമുക്ക് ചെയ്യാൻ പറ്റൂട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ഒക്കെ ക്വാളിറ്റി കുറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലും കുറഞ്ഞ റേറ്റിൽ നമുക്ക് 20ലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. അടുത്തൊരു വർക്കായിട്ട് വീണ്ടും